നമസ്കാരം. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സിഡ്കോസ് ലിമിറ്റഡിന്റെ കേരളത്തിലെ 5ാമത്തെ ബ്രാഞ്ച് കൊച്ചി കടവന്ത്രയിൽ പ്രവർത്തനം ആരംഭിച്ചു. നമസ്കാരം, ഞാൻ സിഡ്കോസിൻ്റെ എറണാകുളം ബ്രാഞ്ചിലാണ് നിൽക്കുന്നത്. ഞാൻ ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഞാനാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ എല്ലാവിധ ആശംസകളും നേരെയാണ്. ഇതിപ്പോൾ 5ാമത്തെ ബ്രാഞ്ചാണ് കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്താണ് എൻ്റെ ഹെഡ് ഓഫീസ്. ഇനിയും ഒരുപാട് ബ്രാഞ്ചുകൾ അവർ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യ ഒട്ടാകെ സിഡ്കോസ് വ്യാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നിർമ്മാണ മേഖലയിലെ ശാക്തീകരണവും തൊഴിൽ സാധ്യതകളുടെ വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സിഡ്കോസ് ലിമിറ്റഡിന്റെ കേരളത്തിലെ 5ാമത്തെ ബ്രാഞ്ച് കൊച്ചി കടവന്ത്രയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിപുലമായ ചടങ്ങുകളോടുകൂടി സംഘടിപ്പിച്ച ഉദ്ഘാടന പരിപാടി പ്രമുഖ സിനിമാ താരം സുചിത്ര നായർ നിർവഹിച്ചു. നിരവധി അതിഥികളും സ്ഥാപന പ്രതിനിധികളും പങ്കെടുത്ത ചടങ്ങ് ആവേശകരമായ അന്തരീക്ഷത്തിലായിരുന്നു. സിഡ്കോസ് എന്ന സ്ഥാപനത്തിൻ്റെ എറണാകുളം ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ കേരളത്തിൽ മൊത്തം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, നമ്മുടെ ഇന്ത്യ ഒട്ടാകെ എല്ലാ സ്ഥലത്തും ഒരുപാട് ബ്രാഞ്ചുകൾ തുടങ്ങാൻ പറ്റട്ടെ. അവിടെയെല്ലാം എനിക്ക് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇത്രയും പ്രയത്നിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ഒരു സിഡ്കോസ് എന്ന സംരംഭം ഒരുപാട് വളരട്ടെ. ഇത്രയും നന്നായി പോകുന്നത് ഇനിയും വലുതായി ഒരുപാട് പേര് ഈ ഒരു കൂട്ടായ്മയല്ല, ഇനി എന്താ പറയണ്ടേ, വലിയ ഗ്രൗണ്ടിലൊക്കെ വെച്ച് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംരംഭമായി വളരട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട സമഗ്ര സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സിഡ്കോസ് ലിമിറ്റഡ് മുന്നോട്ട് പോകുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ചെയർമാൻ ആർ രാജൻ പറഞ്ഞു. സിഡ്കോസിന്റെ പ്രവർത്തനം ശരിക്ക് സമൂഹത്തിൽ നിർമ്മാണ മേഖലയിൽ ഒരു ശുദ്ധത വരുത്തി നല്ല ക്വാളിറ്റിയുള്ള നിർമ്മാണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് സഹകരണ മേഖലയിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ആളുകളുടെ സഹകരണം തേടിക്കൊണ്ട് അവരുടെ ചെറിയ നിക്ഷേപങ്ങൾ കൂടെ സ്വീകരിച്ച് സമൂഹത്തിലെ റെയിൽവേ, റോഡ്, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ, ചെറുതും വലുതുമായ കോർപ്പറേഷൻ, സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും പ്രോജക്റ്റുകൾ, ഇതൊക്കെ ചെയ്യുകയാണ് സിഡ്കോസിൻ്റെ ലക്ഷ്യം. അതോടൊപ്പം തൊഴിലാളികളെ ശാക്തീകരിക്കുക എന്ന് പറയുമ്പോൾ ഈ വിവിധ മേഖലകൾ, മേസൺ, കാർപ്പൻട്രി, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, പെയിൻറ്, അങ്ങനെ AC ടെക്നീഷ്യൻ തുടങ്ങി എല്ലാ മേഖലയിലുള്ള തൊഴിലാളികളെയും സംഘടിപ്പിച്ച് ഇവിടുത്തെ അഭാവം, നോർത്ത് ഇന്ത്യൻ തൊഴിലാളികൾ മടങ്ങിപ്പോയാലും ഇവിടുത്തെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് സിഡ്കോസിൻ്റെ പ്രധാന ലക്ഷ്യം. അത് നമ്മൾ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ സ്കിൽ ഡെവലപ്മെൻറ്റിലൂടെയാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഹെഡ് ഓഫീസിലുണ്ട്. അതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെ ഈ തൊഴിലാളികളെ സംഘടിപ്പിച്ച് തൊഴിലാളി ഒരു കൂലിക്കാരൻ എന്നുള്ള അവസ്ഥയിൽ നിന്നും അവന് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള അവസ്ഥയിൽ അവനെ സംരക്ഷിച്ചുകൊണ്ട് അവനെ സാമ്പത്തികമായ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് അവൻ്റെ ആരോഗ്യ സുരക്ഷ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആരോഗ്യ പദ്ധതികളുണ്ട്. അതിലൊക്കെ ഈ പാവങ്ങൾക്ക് അറിയില്ല എന്തിന് ചേരണം എന്നൊന്നും. അതിലൊക്കെ അവരെ ചേർത്തുകൊണ്ട് ഏതൊക്കെ മേഖലകളിലാണോ തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടുന്നത് അതൊക്കെ നേടിക്കൊടുത്തുകൊണ്ട് ഒരു പുതിയ തൊഴിൽ സംസ്കാരം സൃഷ്ടിക്കുക. വിത്ത് യൂണിഫോമുള്ള, ID കാർഡുള്ള, അവരെ ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ആ തലത്തിൽ അവരെ ഒരു സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ആ മേഖല ശാക്തീകരിച്ച് അത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കൊണ്ടുവന്ന്
വിവിധങ്ങളായ കെട്ടിട നിർമ്മാണം, അതായത് ഫ്ലാറ്റ്, വില്ല പ്രോജക്റ്റുകൾ, അതെല്ലാം സിഡ്കോസിൻ്റെ ഓൺ പ്രോജക്റ്റ് ആയിരിക്കും. ബാക്കിയുള്ള നിർമ്മാണ മേഖലയിലുള്ള എല്ലാ പ്രോജക്റ്റുകളും, ഇൻഫ്രാ മേഖലയിലുള്ള എല്ലാ പ്രോജക്റ്റുകളും നടപ്പിലാക്കുക എന്നുള്ളതാണ് സിഡ്കോസിൻ്റെ ലക്ഷ്യം. അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് ഇവിടെ വന്നാൽ, ഇവിടെ തന്നെ ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് അറിയാം, സൗത്ത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ വർക്ക് എത്രയോ വർഷമായി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതിയാണ്. എടുത്തിട്ടിട്ട് ആ വർക്ക് ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിലച്ചു പോയിരിക്കുകയാണ്. അതിന് കാരണം ഇവിടെ അങ്ങനെ ചെയ്യാനുള്ള കമ്പനികളോ അതിനനുസരിച്ചുള്ള തൊഴിലാളികളോ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ പ്രോജക്റ്റ് ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹൈവേയുടെ പ്രോജക്റ്റുകളും ഇതുപോലെയുണ്ട്. അപ്പോൾ അതിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം, വിദഗ്ധരായ കുറേ എൻജിനീയേഴ്സും എക്സ്പീരിയൻസായ കോൺട്രാക്ടേഴ്സും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവരൊക്കെയാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സ്. അവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനാണ് സിഡ്കോസ് ശ്രമിക്കുന്നത്. സിഡ്കോസ് കഴിഞ്ഞ 5 മാസം രജിസ്ട്രേഷൻ കിട്ടിയിട്ട്, വളരെ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട്, പക്ഷേ രജിസ്ട്രേഷൻ കിട്ടിയത് ജനുവരി 26-ലാണ്, 15/1/26-ലാണ്. ഇപ്പോൾ ഈ 5 മാസം കൊണ്ട് തന്നെ 5 ബ്രാഞ്ചുകൾ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റി. അതോടൊപ്പം ഈ ബ്രാഞ്ചുകൾ അടുത്ത നമ്മൾ ഉദ്ദേശിക്കുന്നത് 15 മാസം 2027 മാർച്ച് ആകുമ്പോൾ 15 ബ്രാഞ്ചുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ഈ ബ്രാഞ്ചുകളിലെല്ലാം തന്നെ കൺസ്ട്രക്ഷൻ വിങ് ഉണ്ട്, അതുപോലെ തന്നെ സഹകരണ സൊസൈറ്റിയുടെ ബ്രാഞ്ചും ഉണ്ട്. ഇപ്പം രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാറ്റം, എല്ലാ ആളുകൾക്കും നമ്മുടെ സേവനം എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിങ്ങനെ ഘട്ടഘട്ടമായി വളർന്ന് ഇന്ത്യ മുഴുവനും വ്യാപിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനാണ് നമ്മൾ ശ്രമിക്കുക. സാധാരണ ജനങ്ങൾക്ക് മികച്ച നിലവാരത്തിലുള്ള ഹൗസിംഗ് പ്രൊജക്റ്റുകൾ, ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വില്ല പ്രൊജക്റ്റുകൾ, സർക്കാർ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ എന്നിവ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിൽ സിഡ്കോസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാധാരണക്കാരന് ഇത് പ്രയോജനം ചെയ്യുന്നത്, സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ, വീട് എന്ന സ്വപ്നം, ആ ആളുകൾക്ക് ക്വാളിറ്റിയുള്ള നിർമ്മിതിയിലൂടെ 500 സ്ക്വയർ ഫീറ്റ് വീട് വെറും 6 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കടയ്ക്കൽ ലയൻസ് വെച്ച് കൊടുക്കുന്ന, ലയൻസ് ക്ലബ് ഓഫ് ഇൻ്റർനാഷണൽ വെച്ച് കൊടുക്കുന്ന 25 വീടുകൾ സിഡ്കോസാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൽ കടയ്ക്കൽ, കൊല്ലം കടയ്ക്കലാണ് ഇപ്പോൾ 21 വീടുകളായി. അതിന് നമ്മൾ ആകെ കോസ്റ്റ് 5,15,000 രൂപ അടുപ്പിച്ചേ വരുന്നുള്ളൂ. 6 ലക്ഷം രൂപയ്ക്ക് ഇത് ചെയ്യാൻ പറ്റും. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആവാസ് യോജന, അതോടൊപ്പം തന്നെ പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ, കഴിഞ്ഞ ഗവൺമെൻറ് ലൈഫ് മിഷൻ, ഇപ്പോൾ പുതിയതും വരുമായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള എല്ലാ പദ്ധതികളെയും യോജിപ്പിച്ചുകൊണ്ട് അവരുടെ ഇടയിലും പ്രവർത്തിക്കുക, അതാണ് സാമൂഹിക പ്രതിബദ്ധത പദ്ധതി ആ നിർമ്മാണ മേഖല. പിന്നെ ചെറുതും വലുതുമായ എല്ലാ പദ്ധതികളും വളരെ ഗുണമേന്മയോടുകൂടെ ഏറ്റവും വില കുറച്ച്, സിഡ്കോസിൻ്റെ പ്രവർത്തനത്തിൽ നമ്മൾ പിന്നെ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹോൾസെയിലായിട്ട് കളക്ട് ചെയ്യുക, നമ്മളുടേതായ ഷോറൂമുകൾ സ്റ്റാർട്ട് ചെയ്യുക, പ്രൊഡക്ഷൻ യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ്, ബിറ്റുമിൻ പ്രൊഡക്ഷൻ യൂണിറ്റും അതുപോലെ ഇൻ്റർലോക്കിൻ്റെയും ബ്ലോക്ക് മെഷീനറി, ബ്ലോക്ക് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. പല സ്ഥലത്തായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തി സമൂഹത്തിൽ ഗുണം കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വളരെ കോസ്റ്റ് കുറച്ചുള്ള ഒരു നിർമ്മാണം, ക്വാളിറ്റിയുള്ള കോസ്റ്റ് കുറച്ച നിർമ്മാണമാണ് സമൂഹത്തിന് വേണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ലേബർ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, പരിശീലന ക്യാമ്പുകൾ, ടെക്നിക്കൽ ട്രെയിനിംഗ് പദ്ധതികൾ എന്നിവയും സിഡ്കോസ് ലിമിറ്റഡ് നടപ്പാക്കി വരുന്നതായി വൈസ് ചെയർമാൻ സെലിം മറ്റപ്പള്ളി അറിയിച്ചു. തൊഴിലാളികളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിക്ക് ഈ പദ്ധതികൾ വലിയ പിന്തുണയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലേബർ ഡെവലപ്മെൻറ്റ് അതിനു വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇന്നൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ഒരു പരിഹാരം കണ്ടുകൊണ്ട് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തുകൊണ്ടുള്ള ആൾക്കാരെ നമ്മൾ സമൂഹത്തിൻ്റെ നാനാതുറകളിലിട്ട് എത്തിച്ച് കൺസ്ട്രക്ഷൻ മേഖലയെ വലിയ നിലയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശ്രമത്തിലേക്കാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു 600 സ്ക്വയർ ഫീറ്റ് വീട് അത് നിർമ്മിച്ച് നൽകുക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യമാണ്.
അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിനും അതുപോലെ LSTDയുടെയൊക്കെ നേതൃത്വത്തിൽ പഞ്ചായത്തുകളുടെയൊക്കെ ഇതിൽ ഒരു 3 ലക്ഷത്തോളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയോട് ഉൾപ്പെടെ ഞങ്ങളത് ചെയ്തു കൊടുക്കും. 6 ലക്ഷം രൂപയ്ക്ക് ഒരു 600 സ്ക്വയർ ഫീറ്റ് വീട്. അത് ഞങ്ങൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല തമിഴ്നാട്ടിലും ഞങ്ങളത് ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. സിഡ്കോസ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ 5ാമത്തെ ബ്രാഞ്ചാണ് ഇപ്പം എറണാകുളത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങി പത്തനംതിട്ട വഴി, കോഴിക്കോട് വഴി, പേരാവൂർ വഴി ഇപ്പോൾ എറണാകുളത്ത് റീജിയണൽ ഓഫീസ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി വളരെ ശക്തമായ നിലയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. എല്ലാ മാസവും 1-2 ബ്രാഞ്ച് വെച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ അതുപോലെ കൺസ്ട്രക്ഷനും ആ മേഖലകളിൽ സ്റ്റാർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും വളരെ ശക്തമായ നിലയിൽ ഇപ്പോൾ 2 സ്ഥലത്തും വളരെ നല്ല ഗവൺമെൻറ്റുകളാണ് ഇപ്പോൾ അധികാരമേറ്റിരിക്കുന്നത്. ഒരു വികസനത്തിനും നാടിൻ്റെ പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് 2 സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകളും. ഈ 2 സംസ്ഥാനങ്ങളിലാണ് ഞങ്ങൾ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. സിഡ്കോസ് ലിമിറ്റഡ് CEO ശ്രീ ജയകുമാർ നമ്മുടെ സഹകാരികളിൽ നിന്ന് നിക്ഷേപ സമാഹരണം സ്വീകരിച്ചുകൊണ്ട് നല്ല ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അത് സാധാരണക്കാരായ നമ്മുടെ നാട്ടുകാർക്ക് ഏറ്റവും ലോ കോസ്റ്റിൽ ബിൽഡിംഗ് വെച്ച് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ ചെയ്തു കൊടുക്കുക എന്നതാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. ഒപ്പം നമുക്കതിനകത്ത് ചേർത്ത് പറയാനുള്ളത്, ഈ കോൺട്രാക്ട് എന്ന് പറയുന്നത് ലേബേഴ്സിൻ്റെ ഒരു ഏറ്റവും ഉന്നതമായ ലേബേഴ്സിനെ ട്രെയിൻ ചെയ്തുകൊണ്ട് നല്ല പ്രവൃത്തി, നല്ല കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുക എന്നുള്ളതാണ്. ലേബേഴ്സിൻ്റെ അവരുടെ എല്ലാ സാമൂഹികവും സാമ്പത്തികവുമായ എല്ലാ തരത്തിലുള്ള ഉന്നമനവും ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യമായ ഏതെല്ലാം തരത്തിൽ അവർക്ക് ലോ കോസ്റ്റിൽ ബിൽഡിംഗ് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതും ചെയ്യുന്നു. ഗവൺമെൻറ്റിൻ്റേതായിരുന്നാലും കേന്ദ്ര സർക്കാരായിരുന്നാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരുന്നാലും എല്ലാ വർക്കുകളും നമ്മൾ എടുത്ത് ചെയ്യുന്നു. അത് നമ്മൾ ഈ സഹകാരികളിൽ നിന്ന് സമാഹരിക്കുന്ന പൈസയിൽ നിന്നായിരിക്കും ചെയ്യുന്നത്. നമ്മൾ അതിന് അവർക്ക് ഉചിതമായ നല്ല ഡിവിഡൻഡ് നൽകിയായിരിക്കും ഈ പ്രോജക്റ്റുകളെല്ലാം പ്രോജക്റ്റ് വൈസ് ആയിരിക്കും നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നതും സമാഹരിക്കുന്നതും. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. ഡയറക്ടർമാരായ ഒമർ ഫാറൂഖ്, സ്റ്റിജിൻ ദേവരാജ്, ജോസ് വിക്ടർ, വിനീത് VS, ബിസിനസ് ഹെഡ് ശ്രീ രാജേഷ് ബാലമോഹൻ, ശ്രീ ഹരികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത അതിഥികൾ സിഡ്കോസിന്റെ വളർച്ചയ്ക്കും ഭാവി പദ്ധതികൾക്കും ആശംസകൾ നേർന്നു. ഒപ്പം പുതിയ സഹകാരികളിൽ നിന്ന് മെമ്പർഷിപ്പുകൾ സ്വീകരിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി പ്രവർത്തിച്ചു വരുന്ന സിഡ്കോസ് ലിമിറ്റഡ് ഈ വർഷാവസാനത്തോടെ 15 ബ്രാഞ്ചുകൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണ മേഖലയിലെ നവീന പദ്ധതികളും തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങളും മുഖ്യമായി മുൻനിർത്തി സംസ്ഥാന തലത്തിൽ കൂടുതൽ ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കാനാണ് കമ്പനിയുടെ ലക്ഷ്യം.